40 മണിക്കൂറിനിപ്പോഴും ജോയിയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യമുണ്ടാക്കിയത് മാലിന്യം സൃഷ്ടിച്ച പ്രതിസന്ധിയാണ്. ആമയിഴഞ്ഞാൻ തോടിലൂടെ ഒഴുകുന്നത് വലിയ രീതിയിലുള്ള മാലിന്യമാണ്. സ്കൂബ ഡൈവിംഗിന് ഇറങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരും ആവർത്തിച്ചു പറയുന്നത് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ മാലിന്യ ഭിത്തിയെക്കുറിച്ചാണ്. കാരണം എത്ര താഴ്ചയിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്താനും കഴിയാത്തത്ര മാലിന്യമാണ് അവിടെ കൂടിയിരിക്കുന്നത്. ഏതാണ്ട് 30 മീറ്ററിന് അപ്പുറത്തേക്ക് അവർക്കൊന്നും പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് മാലിന്യ പ്രശ്നം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന ചർച്ച വന്നപ്പോഴാണ് അതിൻ്റെ പേരിൽ റെയിൽവേയും നഗരസഭയും തമ്മിൽ വാഗ്വാദങ്ങൾ ആരംഭിച്ചത്. ആദ്യം പ്രസ്താവനയും എത്തിയത് മേയറാണ്. മേയർ ആദ്യം പറഞ്ഞത് നഗരസഭ കൃത്യമായി റെയിൽവേക്ക് ആമയിഴഞ്ഞാൻ തോടിൻ്റെ ഭാഗം അത് റെയിൽവേയുടെ പരിസരത്തിലൂടെ കടന്നു പോകുന്ന ഭാഗം ശുചീകരിക്കാനുള്ള കത്തുകൾ നൽകിയിരുന്നു. എന്നാൽ റെയിൽവേ അനുകൂലമായ നിലപാടെടുത്തില്ല എന്നാണ് ആദ്യം മേയർ പറഞ്ഞു വെച്ചത്. നഗരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനു വേണ്ടി ഓരോ വകുപ്പുകൾ ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേയുടെ കീഴിൽ വരുന്ന ഭാഗത്തെ പ്രവർത്തികൾ റെയിൽവേ ചെയ്യാം എന്ന് അവർ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. തൊട്ടു പിന്നാലെയാണ് ADRM പ്രസ്താവനയുമായി എത്തിയത്. ADRM പ്രസ്താവന മേയർ നഗരസഭയുടെ പ്രസ്താവനകളെ അല്ലെങ്കിൽ നഗരസഭയുടെ നിലപാടിനെ അല്ലെങ്കിൽ നഗരസഭയുടെ നമ്മോട് പറഞ്ഞതിനെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് ADRMന്റെ പ്രസ്താവനകൾ വന്നത്. ADRM പറഞ്ഞത് ഖരമാലിന്യം ഒരു തരത്തിലും റെയിൽവേയുടെ ഖരമാലിന്യങ്ങൾ ആമയിഴഞ്ഞാൻ തോടിലൂടെ ഒഴുക്കാറില്ല, വെള്ളം മാത്രമേ ഒഴുക്കാറുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനൊപ്പം തന്നെ മേയർ പറഞ്ഞത് കള്ളമാണെന്ന് കൂടി ADRM പറഞ്ഞു വെച്ചു. അതായത് കത്ത് നൽകി എന്ന് പറയുന്നത് കള്ളമാണ്. അത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ആവശ്യവും നിലപാടും ഉണ്ടായിരുന്നില്ല. 2015-ലും 2017-ലും 2019-ലും നഗരസഭയാണ് ഈ റെയിൽവേയുടെ ഭാഗമായി നിൽക്കുന്ന റെയിൽവേയുടെ ഭാഗത്തൂടി ഒഴുകുന്ന ഈ ആമയിഴഞ്ഞാൻ തോടിൻ്റെ ഭാഗങ്ങൾ വൃത്തിയാക്കി. എന്നാൽ ആ ഒരു നിലപാടിലേക്ക് ഇത്തവണ നഗരസഭ എത്തിയില്ല എന്ന് ADRM പറഞ്ഞു വെച്ചു. ഇതൊരു കോർഡിനേറ്റ് എഫേർട്ടാണ്. അതായത് റെയിൽവേ വേണം, കോർപ്പറേഷൻ വേണം, മൈനർ ഇറിഗേഷൻ വേണം, മേജർ ഇറിഗേഷൻ വേണം, എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നല്ല. റെയിൽവേ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന നഗരസഭയുടെ ആ ഭാഗത്തു നിന്നാണ്. ഇപ്പൊ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കൊടുത്തില്ല, അങ്ങനെ ഒരു സംഗതിയില്ല, ഞങ്ങൾ വി ആർ റെഡി ടു ഗിവ്, ഞങ്ങൾ ഒരിക്കൽ നോ എന്ന് പറഞ്ഞിട്ടില്ല. തൊട്ടു പിന്നാലെയാണ് മേയർ ഈ പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരായി അത് കളവാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. അതായത് കൃത്യമായി കത്ത് നൽകിയിട്ടുണ്ട് റെയിൽവേയോട് ഇത് ശുചീകരിക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടിട്ടുള്ള കത്ത് അത് ഹാജരാക്കാമെന്ന് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു. നഗരസഭ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും നോക്കി റിട്ടേണായി കൊടുത്ത ഒരു കത്ത് അല്ലെങ്കിൽ ഒരു നോട്ടീസ്, ഒരു പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഒരു നോട്ടീസ്, ആ നോട്ടീസിന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്, നഗരസഭ ഞങ്ങളെ സഹായിക്കാമോ എന്ന് റിട്ടേണായി മറുപടി ഉണ്ടോ? നഗരസഭയും റെയിൽവേയും തമ്മിൽ വലിയ വാഗ്വാദമാണ് ഈ വിഷയത്തിലുണ്ടായത്. ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരം ഡിവിഷനിലെ DRM മനീഷ് ഥാപ്ലിയാൽ ഒടുവിൽ ഈ അപകട സ്ഥലം സന്ദർശിച്ചത്. അദ്ദേഹം പറഞ്ഞ നഗരസഭയുമായി ഒരു തർക്കത്തിനുമില്ല, അത്തരത്തിലുള്ളൊരു അവസരമല്ല, അടിയന്തരമായി നഗരസഭയുമായി ചേർന്ന് ഈ പ്രദേശം വൃത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് പറഞ്ഞത്. എന്തായാലും അടിയന്തരമായി പരിഹരിക്കേണ്ട 2 കാര്യങ്ങൾ: 1, ജോയി എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം; 2, ഈ പറയുന്ന വലിയ മാലിന്യ പ്രശ്നം, വർഷങ്ങളായി കുമിഞ്ഞു കൂടി കിടക്കുന്ന വലിയ ഭിത്തിയായി മാറിയ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ പോലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മാലിന്യം നീക്കണമെന്നുള്ള ഒരു വലിയ പദ്ധതി, അത് നീക്കാനുള്ള വലിയ പദ്ധതി, ഇത് രണ്ടിനും ഉത്തരം തേടുകയാണ്. ഇത് രണ്ടും ഉത്തരം തേടിയാൽ മാത്രമേ അതിന് കൃത്യമായി പരിഹാരമുണ്ടാകൂ.